PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ ഏതൊക്കെ സ്കൂളിൽ നടപ്പാക്കുമെന്ന് UDF തീരുമാനിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിൽ നിർദ്ദേശം നൽകാൻ ഉപസമിതിയെ UDF യോഗം ചുമതലപ്പെടുത്തി. മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ഒരു ഉപസമിതിയെ പ്രഖ്യാപിക്കുന്നതാണ്. ആ ഉപസമിതിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള തീരുമാനങ്ങൾ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റിനെ അറിയിച്ച് അത് നടപ്പാക്കുവാൻ വേണ്ട നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നതാണ്. സർക്കാർ രൂപീകരണത്തിന് ശേഷം ക്ലിഫ് ഹൗസിൽ ചേർന്ന നിർണായക UDF യോഗമായിരുന്നു ഇന്നത്തേത്. ഈ യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എബി ജോൺ ജോസഫ് നൽകും. എബി, യോഗത്തിന് ശേഷം UDF കൺവീനർ അടൂർ പ്രകാശാണ് തീരുമാനങ്ങൾ വിശദീകരിച്ചത്. PM ശ്രീ സംബന്ധിച്ചും മദ്യനയം സംബന്ധിച്ചുമൊക്കെയുള്ള തീരുമാനങ്ങൾ നമ്മളിപ്പോൾ കേട്ടു. ഇനി മറ്റെന്തൊക്കെ തീരുമാനങ്ങളാണ് യോഗത്തിലുണ്ടായത്? നിർണായകമായിട്ടുള്ള നിരവധിയായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ UDF യോഗത്തിൽ എടുക്കുകയുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം PM ശ്രീ പദ്ധതിയുമായി UDF സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ള തീരുമാനം തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നഖശികാന്തം ഈ ഒരു വിഷയത്തെ എതിർത്ത UDF ആണ് ഇപ്പോൾ ഈ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ ഇത്തരത്തിൽ ഒപ്പുവെച്ചിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നുള്ള ന്യായീകരണമാണ് UDFിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൽ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫണ്ടിൻ്റെ ലഭ്യത കൂടിയാണ്. കേന്ദ്രത്തിൽ നിന്ന് നിരവധിയായിട്ടുള്ള ഫണ്ടുകൾ സംസ്ഥാനത്തിന് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത് ലഭ്യമാക്കേണ്ട കാര്യമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും. അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഒരു നടപടി എന്നുള്ളതാണ് അവസാനം അടൂർ പ്രകാശ് പറഞ്ഞു വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ടും നിർണായകമായിട്ടുള്ള തീരുമാനം ബന്ധത്തെ UDF യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം അതുമായി ബന്ധപ്പെട്ട ഒരു സമിതിയെ തീരുമാനിക്കുകയും ആ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. എന്തായാലും ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു മന്ത്രിതല ഉപസമിതിയെ രൂപീകരിച്ചിരുന്നു. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഏതൊക്കെ സ്കൂളുകളിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് മാത്രം ഒരു തീരുമാനം മാത്രമായിരിക്കും അതിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ നിലക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ബോർഡ് കോർപ്പറേഷൻ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ ബന്ധത്തെ യോഗത്തിൽ ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ അടൂർ പ്രകാശ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമിതമായിട്ടുള്ള ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ തന്നെ അത് അവിടെ നിന്ന് സ്വയം രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തങ്ങൾ അത് പിരിച്ചുവിട്ടു എന്നുള്ള ഒരു പരാതി കേൾപ്പിക്കാൻ ഇടവരരുത് എന്നുള്ളൊരു താക്കീത് കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് സ്വകാര്യ വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനം UDFിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് അതിന് പിന്തുണ നൽകിക്കൊണ്ട് തന്നെ UDF മുന്നോട്ട് പോകും. എല്ലാ മാസവും ഇത്തരത്തിൽ UDF യോഗം ചേരാനുള്ള ധാരണ കൂടിയായിട്ടുണ്ട്. സർക്കാർ രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നത്. 3 മാസത്തോളമായി UDF യോഗം ചേർന്നിരുന്നില്ല. അതിനെതിരെയും വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ യോഗം ചേർന്നത്. ഇന്നത്തെ യോഗത്തിൽ എല്ലാ മാസവും ഇത്തരത്തിൽ യോഗം ചേരാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ വകുപ്പുകളുമായും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച UDF നടത്താനായിട്ടുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അത് ഓണത്തിന് ശേഷമായിരിക്കും ആ നിലയ്ക്കുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ UDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. തങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ PM ശ്രീ അറബിക്കടലിൽ തള്ളുമെന്ന് പറഞ്ഞിരുന്നു. ആ വാദങ്ങളെല്ലാം അപ്പാടെ തള്ളിക്കൊണ്ട് തന്നെ PM ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് UDF എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മദ്യനയവുമായി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനം ഏതാണ്ട് ആയിട്ടുണ്ട്. അതിൽ ഒരു ഉപസമിതിയുണ്ട്. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് വരിക. ജനി.